പാലത്തായി പോക്സോ കേസ് പ്രതി സംഘപരിവാർ പ്രവർത്തകനായ ബി.ജെ.പി. നേതാവായ പത്മരാജന് ഇപ്പോൾ പരോൾ ലഭിച്ചിരിക്കുകയാണ്. പാലത്തായി കേസിൽ ശിക്ഷിക്കപ്പെട്ട് തലശ്ശേരി കോടതി ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന് പരോൾ നൽകിയത് നിയമവിരുദ്ധമായ കാര്യങ്ങളിലൂടെയാണ് സംഭവിച്ചത് എന്നും ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മരണം സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും പരോൾ അനുവദിക്കപ്പെടുന്ന കാര്യം. പക്ഷേ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ബലാത്സംഗ അഥവാ പോക്സോ കേസിലാണ്. ഇത്തരം കേസുകളിൽ പരോൾ നൽകാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത്തരം കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ മരണം വരെ തടവും, അതുപോലെ തന്നെ പോക്സോ കേസിൽ ജീവപര്യന്ത തടവും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പത്മരാജന്റെ കാര്യം നമുക്കറിയാം. ഈ പാലത്തായി കേസ് ആദ്യം ഉയർന്നു വന്നത് മുതൽ പത്മരാജനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചതെന്നുള്ള ആദ്യം മുതലുള്ള ആക്ഷേപവും അതിനെതിരെ നടന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടർന്ന് വലിയ നിയമ പോരാട്ടങ്ങളും ഒക്കെ നടന്നതിന് ശേഷമാണ് ഈ കേസ് കോടതിയിലെത്തുന്നത്. അതിനുശേഷമാണ് ഈ കേസിൽ വിധിയുണ്ടാവുന്നത്. പത്മരാജനെ ശിക്ഷിച്ചതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. പത്മരാജനെ എല്ലാ സമയത്തും പിന്തുണച്ചുകൊണ്ട് സംഘപരിവാർ രംഗത്ത് വന്നിരുന്നു. CPM പല സമയത്തും CPM നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും ഈ സംഘപരിവാർ പ്രവർത്തകനായ സംഘപരിവാറിൻ്റെ ഈ അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവായ പത്മരാജന് അനുകൂലമായ സമീപനമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങൾ പത്മരാജന് ജാമ്യം നൽകിയ കാര്യത്തിൽ, ഈ പരോൾ നൽകിയ കാര്യത്തിലാണ്. ഇത്തരമൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പരോൾ അനുവദിച്ചത് എന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മരണം സംഭവിച്ചിട്ടെങ്കിൽ 3 ദിവസത്തെ പരോൾ, ഒക്കെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ആ പരോൾ പിന്നീട് നീട്ടിക്കൊടുക്കുന്നു, അത് 10 ദിവസമാക്കുന്നു, 15 ദിവസമാക്കുന്നു. ഇപ്പോൾ 1 മാസത്തോളമായി അദ്ദേഹം ജയിലിന് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് കൃത്യമായിട്ട് ഇവിടുത്തെ കോടതി നടപടികളിലൂടെ ശിക്ഷിക്കപ്പെട്ട ഒരാൾ നിയമപരമായ കാര്യങ്ങളിലല്ലാതെ അനർഹമായി പരോൾ സമ്പാദിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ആ പാലത്തായിലെ പിഞ്ചുകുട്ടിയോട്, 4ാം ക്ലാസ് മാത്രം പഠിക്കുന്ന പിഞ്ചുകുട്ടിയോട് ചെയ്യുന്ന അതിക്രൂരമായ നിലപാട്, ഭരണകൂട നിലപാടുകൾ തുടരുകയാണ്. സംഘപരിവാർ അനുകൂല നിലപാടുകൾ തുടരുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പിഞ്ചു കുഞ്ഞിനോടുള്ള ക്രൂരത ഇവിടെ തുടരുകയാണ്. കാരണം തന്നെ പീഡിപ്പിച്ച, തനിക്കെതിരെ അതിക്രമം നടത്തിയ, തനിക്കെതിരെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്ത പത്മരാജൻ എന്ന ഈ വ്യക്തിക്ക് വീണ്ടും പരോൾ നൽകുന്നതിലൂടെ ഈ പിഞ്ചു കുഞ്ഞിന് എന്താണ് സർക്കാർ നൽകുന്ന സന്ദേശം എന്നുള്ളത് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ആരാണ് പത്മരാജനെ ഇത്രയധികം സംരക്ഷിക്കുന്നത്? കേസിൻ്റെ ആദ്യ ദിവസം മുതൽ ഈ കേസ് ആദ്യം ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്നു, തുടർന്ന് അതിൻ്റെ നിയമവ്യവഹാരങ്ങളിലേക്ക് കടക്കുന്നു, DYSPക്ക് പരാതി കൊടുക്കുന്നു, CI അന്വേഷണം നടത്തുന്നു, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടെന്ന ആരോപണം ഉയരുന്നു, അത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നു, പിന്നീട് അറസ്റ്റ് വൈകിപ്പിക്കുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ എല്ലാ കോടതികളും തള്ളിയതിനു ശേഷം അറസ്റ്റ് ചെയ്തതിനു ശേഷം 90 ദിവസത്തിനകം കുറ്റപത്രം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പ്രതിഷേധം ഉയരുന്നു. അങ്ങനെയൊക്കെയാണ് പൊതുസമൂഹം ഇതിനെ നേരിട്ടത്. അപ്പോൾ ഈ പാലത്തായിലെ പിഞ്ചു കുഞ്ഞിനോട് ഇപ്പോഴും സർക്കാർ കാണിക്കുന്ന അനീതി തുടരുകയാണ്. ഭരണകൂടം കാണിക്കുന്ന അനീതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 4ാം ക്ലാസ് മാത്രം പഠിക്കുന്ന ഒരു കുട്ടിയെ അതിക്രൂരമായ പീഡനത്തിനിരയാക്കിയ പത്മരാജന് ഇവിടെ അനർഹമായ പല പരിഗണനകളും ലഭിക്കുന്നു, വലിയ പിന്തുണ ലഭിക്കുന്നു ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന്. ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ അത്തരം വാർത്തകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താണ്, ഗുർപ്രീത് റഹീമിനെ പോലെയുള്ള ഇത്തരം സ്ഥിരം ക്രിമിനൽ കേസ് പ്രതികൾക്ക് നിരന്തരമായ പരോൾ നൽകിക്കൊണ്ട്, അവർ ശിക്ഷിക്കപ്പെട്ടത് 14ഉം 16ഉം ജീവപര്യന്തം ഒക്കെ ശിക്ഷകളാണെങ്കിൽ അവർ ജയിലിൽ കിടക്കുന്നത് 1 വർഷത്തിൽ 1-2 മാസമാണ്. ബാക്കി മുഴുവൻ സമയവും ഓരോ കാരണങ്ങൾ മുൻനിർത്തി പരോൾ അനുവദിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം ഒരു ബലാത്സംഗ കേസ്
പരോൾ നൽകുകയും അത് നീട്ടി നൽകുകയും അനർഹമായ പരോളുകൾ സമ്പാദിച്ച് മാസങ്ങളോളം ഇപ്പോൾ അദ്ദേഹം ജയിലിലായിട്ട് 3 മാസം മാത്രമാണ് തികയുന്നത്. അതിനിടയിൽ തന്നെ ഈ പരോളിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അഥവാ നേരത്തെ പത്മരാജന് വേണ്ടി സംരക്ഷണ വലമൊരുക്കിയ ഇവിടുത്തെ സംവിധാനങ്ങളും അതിൻ്റെ ആളുകളും ഇപ്പോഴും സജീവമായി ഇടപെടുന്നു എന്നാണ് ഇത് വ്യക്തമാവുന്നത്. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമെന്നാണ് പറയുന്നത്. LDFന്റെ സർക്കാരാണ്, പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരം ഒരു അനർഹമായ കാര്യങ്ങൾ ഇത് ഏതെങ്കിലും CPMകാരായ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നതാണെന്ന് നമ്മൾക്ക് ചിലപ്പോൾ ആക്ഷേപിക്കാൻ കഴിയും. പക്ഷെ ഇതൊരു CPMകാരന് പോലുമല്ല, BJPക്കാരനായ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഇത്തരം ഒരു ആനുകൂല്യം ഇവിടങ്ങളിൽ ലഭിക്കുന്നുവെങ്കിൽ സംഘപരിവാറിന് എത്രത്തോളം ഈ ആഭ്യന്തര വകുപ്പ് പിടിപ്പാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. അവരുടെ ഇത്തരത്തിലുള്ള സ്വാധീനമാണ് വ്യക്തമാക്കി തരുന്നത്. ഏതായാലും ആ പിഞ്ചു കുഞ്ഞിനോടുള്ള നിഷ്ഠൂരമായ നടപടികൾ, പിഞ്ചു കുഞ്ഞിനോടുള്ള ക്രൂരത വീണ്ടും ആവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതെങ്കിലും ഒരു കോണിൽ നിന്നുകൊണ്ട് ഇന്ന് ആ കുഞ്ഞ് അത് വീക്ഷിക്കുന്നുണ്ടാവും. തനിക്കെതിരെയുള്ള ഇവിടുത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതും ഓരോരുത്തർക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഓരോരുത്തർക്കും ലഭിക്കുന്ന പരിഗണന, എന്ത് കുറ്റകൃത്യം ചെയ്താലും എന്ത് നീചകൃത്യം ചെയ്താലും അത് ഭരണകൂട പിന്തുണയോടുകൂടി അവർ രക്ഷപ്പെടുന്ന വഴികൾ ആ കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാവും. തീർച്ചയായും പാലത്തായിലെ കുഞ്ഞിനോടുള്ള നീതി നിഷേധത്തിന്റെ ആവർത്തനം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ വാർത്തകൾ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. പാലത്തായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട BJP നേതാവിന് ചട്ടം ലംഘിച്ച് സർക്കാർ പരോൾ അനുവദിച്ചു. ബലാത്സംഗ കേസിലെ കുറ്റക്കാർക്ക് സാധാരണ പരോൾ അനുവദിക്കരുതെന്ന ജയിൽ ചട്ടം ലംഘിച്ചാണ് സർക്കാർ പത്മരാജന് പരോൾ നൽകിയത്. തലശ്ശേരി പോക്സോ കോടതി ജീവിതാവസാനം വരെ തടവ് വിധിച്ച് 3 മാസമാകുമ്പോഴാണ് BJP നേതാവിന് വേണ്ടിയുള്ള സർക്കാർ ഇടപെടൽ. ശിക്ഷ റദ്ദാക്കണമെന്ന പത്മരാജന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അവധി അനുവദിച്ചിരിക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിജീഷ്, 3 മാസമായിട്ടേ ഉള്ളൂ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ ജയിലിലെത്തി 3 മാസം കഴിയുന്നു. അതും ബലാത്സംഗ കേസ് പ്രതിയാണ്. അങ്ങനെ പരോൾ അനുവദിക്കാൻ, ഇത്ര പെട്ടെന്ന് പരോൾ അനുവദിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇല്ല എന്നിരിക്കുകയാണ് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ടുള്ള ഒരു പരോൾ ഇപ്പോൾ സർക്കാർ തന്നെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താവശ്യമാണ് പരോളിനായി പ്രതി ഉന്നയിച്ചിരിക്കുന്നത്? അങ്ങനെ ഒഴിച്ചുകൂടാനാത്തൊരാവശ്യത്തിനാണോ ഈ പരോൾ നൽകിയിരിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ബിജീഷ്? ജിൽസി, ഈ മാസം അതായത് ഫെബ്രുവരി 2-ാം തീയതി പത്മരാജന്റെ സഹോദരി മരണപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഫെബ്രുവരി 3-ന് 3 ദിവസത്തെ പരോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പത്മരാജൻ അനുവദിച്ചു. അങ്ങനെ 3 ദിവസം പുറത്തിറങ്ങിയ പത്മരാജൻ പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇനിയിപ്പോൾ മാർച്ച് 3 വരെ ഈ പരോൾ നിലനിൽക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിന് സൂപ്രണ്ട് നൽകിയ പരോളിന് ശേഷം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജയിൽ മേധാവിയും ചേർന്നാണ് കൂടുതൽ ദിവസത്തെ അവധി പത്മരാജൻ അനുവദിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ജയിൽ ചട്ടത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജയിൽ ചട്ടത്തിലെ 307-ാം വകുപ്പ് പ്രകാരം ബലാത്സംഗ കേസിലെ പ്രതിക്ക് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സാധാരണ പരോൾ അനുവദിക്കരുത് എന്നുള്ളത് ചട്ടമുണ്ട്. അതായത് ചില അടിയന്തര ഘട്ടങ്ങളിൽ, മരണം അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ പരോൾ അനുവദിക്കാം. അത് പക്ഷേ ജയിൽ സൂപ്രണ്ടിന് 10 ദിവസം മാക്സിമം. ഇതുൾപ്പെടെ സംസ്ഥാന സർക്കാർ പരോൾ നൽകുകയാണെങ്കിൽ അത് 15 ദിവസം. അതായത് ജയിൽ സൂപ്രണ്ട് നൽകുന്ന 10-ഉം അതിന്റെ കൂടെ ഒരു 5 ദിവസം കൂടി സംസ്ഥാന സർക്കാരിന് അനുവദിക്കാം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ഈ ചട്ടം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മരാജന് വേണ്ടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജയിൽ വകുപ്പും ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തലശ്ശേരി പോക്സോ കോടതിയുടെ ശിക്ഷ, അതായത് ജീവിതാവസാനം വരെ തടവും അതുപോലെ തന്നെ മറ്റ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ ജീവപര്യന്തം തടവും വിധിച്ചിരിക്കുന്ന തലശ്ശേരി കോടതിയുടെ വിധിക്കെതിരെ പത്മരാജൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജി ഈ മാസം 24-ന് പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പരോൾ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ പത്മരാജൻ ജയിലിന് പുറത്ത് കഴിയുന്നത്. വീട്ടിലാണ് പത്മരാജൻ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഹൈക്കോടതിക്ക് പോലും ഇത്തരത്തിൽ പോക്സോ കേസിലും അതുപോലെ തന്നെ ബലാത്സംഗ കേസിലും ഉൾപ്പെട്ട ഒരു പ്രതിക്ക് സാധാരണ പരോൾ അനുവദിക്കുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സം നിലനിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം TP കേസിലും അതുപോലെ തന്നെ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ CPM നേതാവിനൊക്കെ വഴിവിട്ട് പരോൾ അനുവദിച്ചു എന്നുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് BJP നേതാവായിട്ടുള്ള കുനിയിൽ പത്മരാജൻ എന്ന് പറയുന്ന ഈ പാലത്തായി കേസിലെ
10 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ബലാത്സംഗം ചെയ്ത പ്രതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനകത്ത് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വഴിവിട്ട ഒരു സഹായത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ജിൽസി, തീർച്ചയായും ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. ജയിൽ ചട്ടം അനുസരിച്ച് 307 വകുപ്പ് പ്രകാരം ജാമ്യം നൽകുന്നതിന് തന്നെ തടസ്സമുണ്ട്. ഇദ്ദേഹം ബലാത്സംഗ കേസ് പ്രതിയാണ്, അതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതല്ലാതെ തന്നെ അത് ജയിൽ DGPക്ക് അടിയന്തരമായ സാഹചര്യങ്ങൾ മുൻനിർത്തി 3 ദിവസം മുതൽ 10 ദിവസം വരെ, സർക്കാരിനാണെങ്കിൽ 5 ദിവസം കൂടി കൂട്ടിച്ചേർക്കാമെന്നാണ്. എന്നാൽ ജയിൽ DGP നൽകിയ ഈ പരോളിന് പുറമെ, ജയിൽ സൂപ്രണ്ട് നൽകിയ പരോളിന് പുറമെ ജയിൽ DGP ഇടപെടുന്നു, പരോൾ നീട്ടിക്കൊടുക്കുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് 1 മാസത്തിൽ കൂടുതൽ പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം. 3 മാസം മാത്രം ജയിലിൽ കിടന്ന, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന 10 വയസ്സിന് താഴെയുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് സർക്കാർ വക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൻ്റെ, അദ്ദേഹത്തിന് ലഭിക്കുന്ന ആനുകൂല്യത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ഇതെന്തുകൊണ്ടാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പത്മരാജൻ എന്നുള്ളത് ഒരു സംഘപരിവാറുകാരനാണ്, BJPയുടെ നേതാവാണ്, അഭിഭാഷക ഈ അധ്യാപക പരിഷത്ത് അഥവാ ഇവരുടെ അധ്യാപക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ നേതാവാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എന്ത് കുറ്റകൃത്യം ചെയ്താലും, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ പോലും അവരും ഇത്തരം ആളുകൾക്ക് ഇത്തരം പിന്തുണ നൽകുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇടയിരുത്തുന്ന വിധം അത്രത്തോളം ഭീകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും സമൂഹം നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് പാലത്തായിലെ കേസിലെ പ്രതിയായ പത്മരാജന് ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങളും ഇത്തരം പരോളുകളും എന്നുള്ളത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം.